CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് എന്ന രീതിയിലാണ്. വർഗീയ ശക്തികളുടെ സഹായത്തോടെയാണ് UDF ജയിച്ച് കയറിയത് എന്നാണ് പറയുന്നത്. കാരണം ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ മത്സരമാണല്ലോ. അപ്പോൾ ഇക്കുറി ആ പ്രീണനത്തിൻ്റെ ഗുണഭോക്താവ് ആകാനായിട്ട് UDFന് സാധിച്ചു എന്നതല്ലേ ശരി? ഒന്ന്, ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേൾക്കുന്നുണ്ടോ അല്ലേ? കേൾക്കാം. അനിൽ നമ്പ്യാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ആകെ എന്ന് പറഞ്ഞാൽ ഈ തരംഗം ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിലോ ബ്ലോക്കിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല. ഈ തരംഗം ഇത് കേരളം മുഴുവൻ ആഞ്ഞടിച്ചിരിക്കുന്ന ഒരു തരംഗമാണ്. ഞാൻ ഇന്നലെ തന്നെ ഈ ചാനലിൽ ഈ ചർച്ചയുമായി പോകുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്നലെ വൈകുന്നേരമാണ് പറഞ്ഞത്, നമ്മൾ നാളെ നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഫലം കാണാൻ പറ്റും. എൻ്റെ ഒരു പ്രവചനത്തിൽ ഞാൻ പറഞ്ഞു, കോർപ്പറേഷൻ ഞങ്ങൾ ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളൊരു 3 കൂടി കരസ്ഥമാക്കി 4 കോർപ്പറേഷൻ എത്തിയിരിക്കുന്നു. ഞാൻ 500-ലധികം പഞ്ചായത്ത്, അത് കുറച്ചുകൂടി പോകണം, ഒരു 550-600-ലധികം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് 363 ഇപ്പം ഞങ്ങൾ അത് 500-ലധികം എത്തിയിരിക്കുന്നു. അപ്പോൾ ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്തിൽ മാത്രം ഞാൻ പ്രവചിച്ചത് 10-ലധികം സീറ്റാണ്. ഇപ്പോൾ 7-ഓ 8-ലോ നിൽക്കുന്നു പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലത്തെ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി അത് തെക്ക് മുതൽ വടക്ക് വരെ ഒരേ പാറ്റേണിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞത്, ഇപ്പം എൻ്റെ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ ഈ വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന SDPI ഒന്നും കാര്യമായിട്ട് എവിടെയും ഉള്ളതായിട്ടില്ല. വല്ല ചെറിയ പോക്കറ്റുകളിലൊക്കെ അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. ഇടുക്കി ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ 17 സീറ്റിൽ ഞങ്ങൾ 14 സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ 52 പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഏതാണ്ട് 38-ഓ 39-ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ. അപ്പം ഞാൻ പറഞ്ഞത്, ഇടുക്കി ജില്ലയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ വെൽഫെയർ പാർട്ടി ഒരു ശക്തിയല്ല, അല്ലെങ്കിൽ SDPI ഒരു ശക്തിയല്ല. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും പഞ്ചായത്തുകൾ ഉണ്ടാകും. അപ്പോൾ പത്തനംതിട്ട അല്ലെങ്കിൽ ആലപ്പുഴ, അങ്ങനെ പല ഭാഗങ്ങളിലും ഞങ്ങൾ ജയിച്ചിരിക്കുന്നിടത്ത് ഈ പറയുന്ന ശക്തികളൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടികളൊന്നും വലിയ ശക്തിയല്ലാത്തടത്ത് ഞങ്ങൾ അഭൂതപൂർവമായ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. ഇതൊരു ആന്റി എൻകംബൻസി ഫാക്ടറാണ്. അതായത് ഭരിക്കുന്ന ഗവൺമെന്റ് 10 കൊല്ലമായി കള്ളം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ജനതയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം. ഇവിടെ ഇന്നിപ്പോൾ MM മണിയുടെ ഒരു വാക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്, കൊടുത്തവനൊന്നും നമ്മളോട് നന്ദി കാണിച്ചില്ല. എങ്ങനെയാ കൊടുത്തത്? ഇലക്ഷന്റെ തലേദിവസമല്ലേ നിങ്ങൾ കൊടുത്തത്? ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞ ഒക്ടോബർ മാസം 29-ാം തീയതി പ്രഖ്യാപനം നടത്തിയിട്ട് നിങ്ങൾ നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, ഇല്ലേ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള രാഷ്ട്രീയം തിരിച്ചറിയാനുള്ള ശേഷി ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ? മണി അതിൽ പരിഭവിച്ചിട്ട് കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കൊടുത്തവനൊന്നും നമ്മളോട് നന്ദി കാണിച്ചില്ല, എല്ലാവരും മേടിച്ച്, അദ്ദേഹത്തിന്റെ ഭാഷ എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം അവനൊക്കെ വോട്ട് മാറ്റി കുത്തി എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം നെടുങ്കണ്ടത്ത് പ്രസ്താവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ ഇലക്ഷന്റെ തലേദിവസം ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഇവർക്ക് കൊടുക്കണമായിരുന്നുവെങ്കിൽ പെൻഷൻ 2021 പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, രണ്ടാമത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കുക. ഇനി വേണ്ട, 24 ബജറ്റിലെങ്കിലും പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് ഈ പെൻഷൻ കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ ഇത് നിശ്ചയമായും ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ വിലയിരുത്തലും അതോടൊപ്പം തന്നെ CPM ഭരിച്ചുകൊണ്ടിരുന്ന, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും അവരുടെ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു വലിയ വിലയിരുത്തലാണ്. ഞാൻ ഇന്നലെ കൃഷ്ണരാജിനോട് പറഞ്ഞ ആ കാര്യം തന്നെ ഞാൻ അലിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് 2026 ചൂണ്ടുപലകയാണ്. ഇന്ന് ഇപ്പോൾ ഡിസംബർ മാസം, ഇനി 10-15 ദിവസം കൊണ്ട് ഡിസംബർ മാസം തീരുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അവസാനത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. 90 ദിവസം അല്ലെ 120 ദിവസം കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം. ആ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ എങ്ങോട്ടാണ് എന്നുള്ളതിന്റെ ദിശാസൂചികയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. വളരെ ഞങ്ങൾ പറഞ്ഞ അഭൂതപൂർവമായൊരു വിജയം. അത് ഏതെങ്കിലും പ്രദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തോ എന്നാണ്. ചിലപ്പം മലബാറിൽ ഞങ്ങൾക്ക് വിജയം ഉണ്ടാകും, തെക്കൻ ജില്ലകളിൽ വലിയ പരാജയം. ചിലപ്പോൾ
തെക്കൻ ജില്ലകളിൽ വിജയമുണ്ടാകും, മലയോര മേഖലകളിൽ പരാജയമാണ്. ഇത് ഒരു പാറ്റേൺ എന്ന നിലയിൽ ഞങ്ങൾ അധികാരത്തിൽ ഇല്ലാതിരുന്നിടത്തും ഞങ്ങൾ അധികാരത്തിൽ ഇരുന്നിടത്തും ഞങ്ങൾക്ക് ശക്തി ഉള്ളിടത്തും എല്ലാം ഒരു പാറ്റേണിൽ, അതായത് ഒരു തരംഗം പോലെ തെക്കുന്ന് വടക്കോട്ടോ അല്ലെങ്കിൽ വടക്കുന്ന് തെക്കോട്ടോ ഒരു UDFന്റെ തരംഗം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദുർഭരണത്തിന്, പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ, ഞാൻ BJPയുടെ വിജയത്തെ ഞാൻ അംഗീകരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ശക്തിയാണ്. അവർ 50 സീറ്റിൽ മുന്നേറി നിൽക്കുന്നു, അതുകൊണ്ട് BJPക്കാരനാണ് വോട്ട് കിട്ടിയത്, അത് മോശം വോട്ടാണ്, കുഴപ്പ വോട്ടാണ് അല്ല. അവർക്ക് വോട്ട് കിട്ടിയിരിക്കുന്നു, ജനാധിപത്യത്തിൽ അവരെ ജനം അംഗീകരിച്ചിരിക്കുന്നു. ആ ജനം അംഗീകരിച്ച് ജനവിധിയെ മാനിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ വളരെ മുമ്പേ തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി. പക്ഷെ ഞങ്ങൾ ശൂന്യതയിൽ നിന്നാണ് 19ലേക്ക് എത്തിയത്. ഞങ്ങൾ അവിടെ ഒരു വിജയം പ്രതീക്ഷിച്ചതാണ്, പക്ഷെ ആ വിജയത്തിലേക്ക് ഞങ്ങൾക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ല. 2 കേഡർ ശക്തികളുടെ, അത് CPM ആണെങ്കിലും BJPകളാണെങ്കിലും അവരുടെ ആ പ്രവർത്തനത്തിൽ അതിനെ മുന്നേറാൻ ഒരുപക്ഷെ കോൺഗ്രസിന് കഴിഞ്ഞില്ല. എന്നാലും 19 സീറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ അതൊരു വലിയ സീറ്റാണ്. 8ഓ 10ഓ ആണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അതിന്റെ ഇരട്ടി ആക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമൊക്കെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ്, ഒരു കോർപ്പറേഷൻ എന്ന നിലയിലാണ്. പക്ഷെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ബാക്കി കോർപ്പറേഷനുകളിലൊക്കെ ഞങ്ങൾ അഭൂതപൂർവമായ ഒരു വിജയത്തിലേക്ക് വന്നിരിക്കുന്നു. അത് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഇതര എന്താ പറയുക കൗൺസിൽ സീറ്റുകളിലെല്ലാം ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ മുന്നേറ്റം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയും 10 കൊല്ലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ദുർഭരണത്തിന്, ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇതുപോലെ അക്രമം നടക്കുന്ന ഒരു നാട്? അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, മകളെ അച്ഛൻ വെട്ടിക്കൊല്ലുന്നു, ആങ്ങളെ പെങ്ങളെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ലഹരി മാഫിയ നമ്മുടെ നാട്ടിൽ പിടിമുറുക്കിയിരിക്കുക. ഈ ഗവൺമെന്റ് ഇതിനെ കൺട്രോൾ ചെയ്യണ്ടേ? ക്രമസമാധാന നില എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് പോലും മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയെ ഒന്നും എന്താ പറയുക നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ പ്രോസിക്യൂഷന്റെ ഒക്കെ ഒരു പരാജയം, ഈ കാലത്തുണ്ടായ ഒരു കേസിൽ പ്രോസിക്യൂഷന്റെ ഒരു പരാജയം, ആ പരാജയത്തിൽ നീതി കിട്ടേണ്ട ഇരയ്ക്ക് നീതി കിട്ടിയോ? വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം ഇതെല്ലാം ചർച്ച ചെയ്യുന്നു. ഇനി ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു മുൻ MLA ഒരു കേസിനകത്ത് അയാൾക്കെതിരെ പരാതി കിട്ടി, 15 ദിവസം പരാതി മുഖ്യമന്ത്രിയുടെ പോക്കറ്റിലിരിക്കുന്നു. വേറൊരാൾക്കെതിരെ ശരവേഗത്തിൽ, അതായത് പരാതി കിട്ടി ഇരയുടെ മൊഴി എടുക്കുന്നതിന് മുമ്പ് തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഈ വ്യഗ്രതയൊക്കെ, ഇതൊന്നും എന്താ പറയുക സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമല്ല. ചിലരെ മോശമാക്കുന്നതിനോ അല്ലെങ്കിൽ ചിലരെ ഇല്ലാതാക്കുന്നതിനോ വേണ്ടി. ഇപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞ വാക്കെന്താ? ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ വർഗീയ കൂട്ടുകൾ, ഞങ്ങൾ ജയിക്കുമ്പോൾ വർഗീയ. ഞാൻ ശ്രീ സേനാപതി വേണു, ഞാൻ അതിലേക്കാണ് വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നത് CPM അംഗീകരിക്കുന്നില്ല. പകരം UDFന്റെ വിജയം ഈ വർഗീയ ശക്തികളുമായുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട് മൂലം ഉണ്ടായി എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇപ്പോൾ ഈ ഒരു പരാജയം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാരണം, അതിൽ ഒരു ന്യായീകരണം കണ്ടെത്താൻ വല്ലാതെ വിയർപ്പൊഴുക്കുകയാണ് CPM നേതൃത്വം. ഇപ്പോൾ ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ കൊല്ലത്ത് വലിയ വിജയം നടക്കുകയാണ്. ആ വിജയ ആഹ്ലാദത്തിലേക്കാണ് ഇപ്പോൾ NDA എത്തിയിരിക്കുന്നത്. അവിടെ 6 സീറ്റിൽ നിന്നാണ് 12 സീറ്റിലേക്ക് BJP വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. ശക്തമായ ഒരു മേധാവിത്വം BJPക്ക് കോർപ്പറേഷനിൽ കൈവന്നിരിക്കുകയാണ്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, വലിയ ആഹ്ലാദം നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിൽ നിന്ന് ഇരട്ടിയാക്കുകയാണ് കൊല്ലം കോർപ്പറേഷനിൽ ഉണ്ടായത്. മാത്രവുമല്ല, ചില പഞ്ചായത്തുകളിൽ ഒറ്റകക്ഷിയായി മാറി, ചിലയിടത്ത് ഭരണം പിടിക്കുന്ന അവസ്ഥയെത്തി. വലിയ വിജയമാണ് NDAക്ക് കൊല്ലത്ത് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സമഗ്രമായി ഒന്ന് വിലയിരുത്തിയാൽ ഇപ്പോഴത്തെ കണക്കുകൾ എങ്ങനെ?
ശരി, ശ്രീ സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് CPM ഇതിൽ ന്യായീകരണം കണ്ടെത്താൻ വല്ലാതെ പാടുപെടുന്ന MV ഗോവിന്ദനെയാണ് നമ്മൾ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അവസാനം ഗോവിന്ദൻ പറഞ്ഞുറപ്പിച്ച കാര്യം വർഗീയ ശക്തികളുമായുള്ള നിങ്ങളുടെ കൂട്ടുകെട്ടാണ് ഇത്തരത്തിൽ വലിയ വിജയം UDF-ന് സമ്മാനിച്ചത് എന്ന്. മാത്രവുമല്ല, അതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് താനും. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള, SDPI-യോടുള്ള, വെൽഫെയർ പാർട്ടിയോടൊക്കെയുള്ള നിങ്ങളുടെ സമീപനം അത് പാടെ മാറിയിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ശ്രീ സേനാപതി വേണു. അല്ല, ഒന്ന് നീലിമ, അതായത് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വെൽഫെയർ പാർട്ടി ചാണ്ടി ഉമ്മന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു പ്രഖ്യാപനവുമായിട്ട് വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ചോദിക്കുന്നത്, പുതുപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 1, 2 എന്ന വോട്ടർമാരെ തൊട്ടെണ്ണിക്കഴിഞ്ഞാൽ 500 പേര്, അതാണ് ഒരു മിനിമം സംഖ്യ എന്ന് പറയുന്നത്, വെൽഫെയർ പാർട്ടിക്കാരുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് കണ്ടത് പുതുപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലത്തിന് വരുന്ന 7 പഞ്ചായത്തിലും വലിയ മുന്നേറ്റം എന്ന ചാണ്ടി ഉമ്മന്റെ ഒരു പ്രസ്താവന ഏതൊരു ചാനലിലിടെ, ഞാൻ എല്ലാം അത്രയും പഞ്ചായത്തുകളിലോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെയൊന്നും ഒരിടത്ത് ഈ വെൽഫെയർ പാർട്ടിയോ അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ ഇവരൊന്നും ഉള്ളതല്ല. ഉള്ളിടത്ത് ചിലപ്പം സംസാരിക്കാം. ഇനിയിപ്പോ ഞാൻ ആദ്യം തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇടുക്കിയിൽ സേനാപതി വേണു, വെൽഫെയർ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു നില വെച്ച് നോക്കുമ്പോൾ ഈ 75 സീറ്റിലേക്ക് അവർ കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കണക്ക് അങ്ങനെ വരുന്നുണ്ട്, 75 സീറ്റിൽ വെൽഫെയർ പാർട്ടി വിജയിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ചില കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ, ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടി അവിടെ ഇവിടെയും തിരിഞ്ഞു നോക്കിയാൽ 1, 2 പേരെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൃത്യമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ കൂടി തെളിവാണ് ഇത്ര വലിയ സീറ്റുകളിലേക്കൊക്കെ അവർ വിജയിച്ചു കയറുന്നൊരു സാഹചര്യം. അല്ല, നമ്മൾ സംസാരിക്കുന്നത് നീലിമ 20,000 സീറ്റുകളാണ്. ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന സീറ്റ് വർധനവും ഇതൊക്കെ ആയിട്ട് വന്ന് നോക്കുമ്പം ഒരു അറൗണ്ട് 20,000 അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം. ഈ 20,000 സീറ്റിന്റെ ഇടയ്ക്കാണ് ഈ 75 സീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അതൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു അലയൻസ് ഉണ്ടെങ്കിൽ, അലയൻസ് ഇല്ല, ഇനി ഉണ്ട് എന്ന് ആരോപിക്കുന്നുവെങ്കിൽ പോലും അത് 20,000-ൽ 75 എന്നുള്ളത്. അപ്പം ശതമാന കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞ 1% അല്ലെ 0.5%, 0.25% താഴെ നടക്കുന്ന ഒരു സംഭവം. അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നറിയാം. ഇനിയിപ്പോൾ ഏത് വർഗീയ ശക്തിയുമായിട്ട് കൂട്ടുകൂടാവെന്ന് വെച്ചാലും വർഗീയ ശക്തികൾക്കുള്ള വോട്ടുകളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് ഇത്രയുമാണ്. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വോട്ടുകളാണ് പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ. ആ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ MV ഗോവിന്ദനെ പോലെ ഒരാൾക്ക്, കാരണം അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ് നടക്കുന്നു എന്നുള്ളതല്ലാതെ CPM-ന്റെ കാര്യങ്ങളൊക്കെ അത് തീരുമാനിക്കുന്നത് പിണറായി വിജയൻ തീരുമാനിക്കും, ഇദ്ദേഹം അടിയിൽ ഒപ്പിടും എന്നുള്ളതല്ലാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പ്രത്യേകിച്ച് ഒരു റോള് എന്തെങ്കിലും ഈ കാര്യത്തിലൊന്നും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം, നാട്ടിലുള്ള ആളുകൾക്കും അറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ പിന്നെ അവരെല്ലാം ജയിച്ചിരിക്കുന്നത് വർഗീയത കൂട്ടുപിടിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ജയിക്കുമ്പോൾ അത് സ്വർഗീയവും നിങ്ങൾ ജയിക്കുമ്പോൾ അത് വർഗീയവും. ഈ പ്രചരണം തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് വോട്ട് ചെയ്തിരിക്കുന്ന വോട്ടർമാർ അവർ നല്ലത് തിരഞ്ഞെടുത്ത ആ വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, CPM ജയിച്ചിട്ടുണ്ടല്ലോ ഏതാണ്ട് 350 പഞ്ചായത്തുകളിൽ. ആ പഞ്ചായത്തുകളിലൊക്കെ ഇവർ ജയിച്ചിരിക്കുന്നത്, ഞങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നത് ഈ വർഗീയ ശക്തികൾ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ജയിച്ചിടത്തൊന്നും അത് പ്രശ്നമല്ല, ഞങ്ങൾ ജയിച്ചിടത്ത് മാത്രം അത് വർഗീയത. ഇനി നിങ്ങൾ ജയിച്ചിടത്തും പറയുന്നത് ഞങ്ങൾ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളും പറ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭയെ എങ്ങനെയെങ്കിലും ഒന്ന് ചെറുതാക്കി കാണിക്കുക. അല്ല, ഇത്രയും അഭൂതപൂർവമായ ഒരു വിജയം. കാരണം പിണറായി 3-ലേക്ക് പോകാൻ തുടങ്ങുന്നവര് അത് 3-ലല്ല. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അതാണ് ഈ നിമിഷം വിലയിരുത്തേണ്ടത്. മൂന്നാമതും ഭരണത്തിലേക്ക് നടക്കും എന്ന വലിയ ശുഭപ്രതീക്ഷ പുലർത്തുന്ന പിണറായി വിജയനെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് അതത്ര സുഗമമല്ല എന്നതാണ് ഇന്ന് വന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലമെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്.